ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 136-ാം ദിവസം, അബ്സലോമിൻ്റെ ദാരുണാന്ത്യം. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 23-ാം അധ്യായം, 37-ാം സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുന്നു. ദാവീദിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നിട്ടും മകൻ അബ്സലോമിനെ യോവാബും സംഘവും വധിക്കുന്നതും ഈ വിവരം ദാവീദിനെ അറിയിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഇന്ന് നാം വായിക്കുന്നത്. തൻ്റെ തന്നെ പാപപ്രവൃത്തികൾ മൂലം കൂടെയുള്ള ആരുടെയും സ്വഭാവ ദൂഷ്യങ്ങളെ തിരുത്താനുള്ള ധാർമ്മികമായ ബലം കിട്ടാതിരുന്ന ദാവീദിൻ്റെ അനുഭവം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട മഹാകാരുണ്യത്തിലേക്ക് തിരിയാനും സത്യസന്ധമായി അനുദപിക്കാനും തെറ്റുതിരുത്തി ക്രിസ്തുവിൽ ഒരു ജീവിതം ആരംഭിക്കാനുമുള്ള ക്ഷണമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം. അബ്സലോമിൻ്റെ ദാരുണാന്ത്യം. ദാവീദ് കൂടെയുള്ള സംഘത്തെ എണ്ണിത്തിട്ടപ്പെടുത്തി അവരുടെ മേൽ സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. 1/3 സംഘത്തെ യോവാബിൻ്റെ പക്ഷത്തും 1/3 യോവാബിൻ്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബിഷായിയുടെ പക്ഷത്തും 1/3 ഗത്തുകാരനായ ഇത്തായിയുടെ പക്ഷത്തുമായി ദാവീദ് അയച്ചു. രാജാവ് സംഘത്തോട് പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനും പുറപ്പെടുക തന്നെ ചെയ്യും. സംഘം പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വരരുത്. എന്തെന്നാൽ ഞങ്ങൾ തോറ്റോടിയാൽ അവർ ഞങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ ഞങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയില്ല. ഇപ്പോൾ ഞങ്ങളെപ്പോലെ 10,000 ഉണ്ടല്ലോ. ആകയാൽ അങ്ങ് ഞങ്ങൾക്ക് പട്ടണത്തിൽ നിന്ന് സഹായമാകുന്നതാണ് നല്ലത്. രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൃഷ്ടികളിൽ ഉത്തമമായത് ഞാൻ ചെയ്യാം. കവാടപാർശ്വത്തിൽ രാജാവ് നിന്നു. ശതങ്ങളായും സഹസ്രങ്ങളായും സൈന്യം മുഴുവൻ പുറപ്പെട്ടു. രാജാവ് യോവാബിനെയും അബിഷായിയെയും ഇത്തായിയെയും ഇപ്രകാരം അനുശാസിച്ചു, അബ്സലോം കുമാരനോട് എന്നെ പ്രതി മയം കാട്ടണം. അബ്സലോമിൻ്റെ കാര്യം സംബന്ധിച്ച് അധിപന്മാരെയെല്ലാം രാജാവ് അനുശാസിക്കുമ്പോൾ സൈന്യം മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യം മൈതാനത്തേക്ക് പുറപ്പെട്ടു. എഫ്രായിം വനത്തിൽ വെച്ചായിരുന്നു യുദ്ധം. അവിടെ ദാവീദിൻ്റെ ദാസന്മാർക്ക് മുമ്പിൽ ഇസ്രായേൽ സൈന്യം പരാജിതരായി. അന്ന് അവിടെ സംഭവിച്ചത് 20,000 പേരുടെ വൻ പരാജയമായിരുന്നു. യുദ്ധം അവിടെ ഭൂമുഖത്താകെ വ്യാപകമായി. സൈന്യത്തിനിടയിൽ വാൾ വിഴുങ്ങിയവരേക്കാൾ അധികം പേരെ വിഴുങ്ങുന്നതിന് അന്ന് വനം മുമ്പിട്ട് നിന്നു. അബ്സലോം ദാവീദിൻ്റെ ദാസന്മാരുടെ മുമ്പിൽപ്പെടുന്നതിനിടയായി. കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു അബ്സലോം. കോവർ കഴുത ഒരു വലിയ ഓക്കുമരത്തിൻ്റെ കെട്ടുപിണഞ്ഞ ശാഖയ്ക്ക് കീഴിലൂടെ പോകുമ്പോൾ അവൻ്റെ തല ഓക്കുമരത്തിൽ കുരുങ്ങി. അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പെട്ടുപോവുകയും അവൻ്റെ കീഴിലെ കോവർ കഴുത കടന്നു പോവുകയും ചെയ്തു. ഒരുവൻ അത് കാണുകയും യോവാബിന് വാർത്ത നൽകുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. തന്നെ അയച്ചയാളോട് യോവാബ് പറഞ്ഞു, ഇതാ നീ കണ്ടു, എന്നിട്ട് എന്തുകൊണ്ട് നീ അവനെ അവിടെ വെച്ച് വധിച്ചില്ല? നിനക്ക് 10 വെള്ളി നാണയങ്ങളും ഒരപ്പട്ടയും തരുന്നതിന് ഞാൻ നിൻ്റെ മേൽ പ്രസാദിക്കുമായിരുന്നല്ലോ. അയാൾ യോവാബിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ 1000 വെള്ളി നാണയങ്ങളുടെ ഭാരമനുഭവിക്കുന്നവനായാൽ പോലും രാജകുമാരനെതിരെ ഞാൻ കരം നീട്ടുമായിരുന്നില്ല. ഞങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ, നിങ്ങൾ ആര് തന്നെയായാലും അബ്സലോം കുമാരനോട് കരുതലുള്ളവരായിരിക്കുവൻ എന്ന് രാജാവ്
നിന്നെയും അഭിഷായിയെയും ഇത്തായിയെയും അനുശാസിച്ചത്. മറിച്ച് ഞാൻ ആത്മവഞ്ചന ചെയ്യുകയും അക്കാര്യമൊന്നും രാജാവിൽ നിന്ന് ഗുപ്തമാകാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നീ കൈയൊഴിയുമായിരുന്നു. ഞാൻ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് യോവാബ് 3 കുന്തം കരതലത്തിലെടുത്ത് ഓക്കുമരത്തിൻ മധ്യേ ഇനിയും ജീവനോടെ ഉണ്ടായിരുന്ന അബ്സലോമിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിൻ്റെ ആയുധവാഹകരായ 10 ഭൃത്യന്മാർ അബ്സലോമിനെ വളഞ്ഞ് അവനെ പ്രഹരിച്ചു കൊന്നു. തുടർന്ന് യോവാബ് കാഹളം മുഴക്കി. യോവാബ് സൈന്യത്തെ വിലക്കിയതുകൊണ്ട് ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുന്നതിൽ നിന്ന് സൈന്യം പിന്തിരിഞ്ഞു. അവർ അബ്സലോമിനെ എടുത്ത് കുറ്റിക്കാട്ടിലെ ഒരു വലിയ കുഴിയിലേക്ക് അവനെ എറിഞ്ഞു. അവനു മീതെ അവർ വളരെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം ഓരോരുത്തനും അവനവൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബ്സലോം തനിക്കായി ഒരു സ്തംഭം എടുത്ത് നാട്ടിയിരുന്നു. അത് രാജതാഴ്വരയിലുണ്ട്. കാരണം എൻ്റെ പേര് അനുസ്മരണ വിഷയമാക്കാൻ തക്കവിധം എനിക്കൊരു പുത്രനില്ല എന്നവൻ കരുതിയിരുന്നു. സ്തംഭത്തെ അവൻ തൻ്റെ പേര് ചേർത്താണ് വിളിച്ചത്. അബ്സലോമിൻ്റെ സ്മാരകം എന്ന് അത് ഇന്നുവരെ വിളിക്കപ്പെടുന്നു. സാദോക്കിൻ്റെ മകൻ അഹിമാസ് പറഞ്ഞു, ഞാൻ ഓടിച്ചെന്ന് രാജാവിന് അവൻ്റെ ശത്രുക്കളുടെ കരത്തിൽ നിന്ന് കർത്താവ് ന്യായം നടത്തിക്കൊടുത്തിരിക്കുന്നു എന്ന് അവനെ സദ്വാർത്ത അറിയിക്കാം. യോവാബ് അവനോട് പറഞ്ഞു, നീ ഇന്ന് സദ്വാർത്തക്കാരനല്ല, മറ്റൊരു ദിവസം നീ സദ്വാർത്ത അറിയിക്കും. രാജകുമാരൻ മരിച്ചതിനെപ്പറ്റി ആയതുകൊണ്ട് ഇന്ന് നീ സദ്വാർത്തയെ അറിയിക്കണ്ട. പിന്നെ യോവാബ് കുഷിയോട് പറഞ്ഞു, ചെന്ന് നീ കണ്ടത് രാജാവിനോട് വിവരിക്കുക. കുഷി യോവാബിനെ വണങ്ങിയിട്ട് ഓടിപ്പോയി. എന്നിട്ടും സാദോക്കിൻ്റെ മകൻ അഹിമാസ് തുടർന്ന് യോവാബിനോട് പറഞ്ഞു, എന്തുമാകട്ടെ, കുഷിയുടെ പിന്നാലെ ഞാൻ കൂടി ഓടിക്കൊള്ളട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, എന്തിനാണ് അങ്ങനെ നീ ഓടുന്നത്? നിനക്ക് വന്നുപെടുന്നത് സദ്വാർത്തയായിരിക്കില്ല. എന്തുമാകട്ടെ, ഞാൻ ഓടും എന്നായപ്പോൾ അവനോട് അയാൾ പറഞ്ഞു, ഓടിക്കൊള്ളുക. അഹിമാസ് സമതലം വഴി ഓടി കുഷിയെ കടന്നുപോയി. ദാവീദ് 2 പടിവാതിലുകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിൻ്റെ മട്ടുപ്പാവിൽ മതിലിങ്കലേക്ക് ചെന്ന് കണ്ണുകൾ ഉയർത്തി നോക്കി, അതാ ഒരാൾ തനിയെ ഓടി വരുന്നു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ അവൻ്റെ അധരത്തിൽ സദ്വാർത്തയുണ്ട്. അവൻ ക്രമേണ നടന്നെടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് മറ്റൊരുവൻ ഓടി വരുന്നത് കാവൽക്കാരൻ കാണുന്നത്. അതാ വേറൊരാൾ തനിയെ ഓടി വരുന്നു. കാവൽക്കാരൻ പടിവാതിൽക്കലേക്ക് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്തക്കാരനാണ്. കാവൽക്കാരൻ പറഞ്ഞു, ഒന്നാമത്തെ ആളുടെ ഓട്ടം സാദോക്കിൻ്റെ മകൻ അഹിമാസിൻ്റെ ഓട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. രാജാവ് പറഞ്ഞു, അവൻ നല്ലയാളാണ്, സദ്വാർത്ത സംബന്ധമായിട്ടാവാം അവൻ വരുന്നത്. സമാധാനം എന്ന് രാജാവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹിമാസ് തൻ്റെ മുഖം നിലത്തേക്കാക്കി രാജാവിനെ പ്രണമിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവിനെതിരെ കരമുയർത്തിയ ആളുകളെ ഏൽപ്പിച്ചു തന്ന നിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുരക്ഷിതനോ? അഹിമാസ് പറഞ്ഞു, രാജദാസനെയും നിൻ്റെ ദാസനായ എന്നെയും യോവാബ് അയക്കുമ്പോൾ വലിയൊരു കോലാഹലം ഞാൻ കണ്ടു. എന്നാൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ ഇപ്പോൾ മാറി നിലയുറപ്പിക്കുക. അവൻ മാറി നിന്നു. അപ്പോൾ അതാ കുഷി വന്നു ചേർന്നു. കുഷി പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവിനെ ഈ ഉള്ളവൻ വാർത്തയറിയിക്കട്ടെ. നിനക്കെതിരെ എഴുന്നേറ്റ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കർത്താവ് ഇന്ന് നിനക്ക് വിടുതലേകിയിരിക്കുന്നു. രാജാവ് കുഷിയോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുരക്ഷിതനോ? കുഷി പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കളും നിനക്കെതിരെ തിന്മയ്ക്കായി എഴുന്നേൽക്കുന്ന എല്ലാവരും കുമാരനെ പോലെയാകട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 23-ാം അധ്യായം. ലേവ്യഗണങ്ങൾ. ദാവീദ് വൃദ്ധനും പ്രായം തികഞ്ഞവനുമായി. അപ്പോൾ അവൻ തൻ്റെ പുത്രൻ സോളമനെ ഇസ്രായേലിനുമേൽ രാജാവാക്കി. അവൻ ഇസ്രായേലിൻ്റെ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവായരെയും ഒരുമിച്ച് കൂട്ടി. 30 വയസ്സു മുതൽ മുതിർന്നവരായ ലേവ്യരുടെ കണക്കെടുക്കപ്പെട്ടു. പുരുഷന്മാരുടെ തലയെണ്ണമനുസരിച്ച് അവർ 38,000 പേരായിരുന്നു. ഇവരിൽ നിന്ന് 24,000 പേർ കർത്താവിൻ്റെ ഭവനത്തിലെ ജോലിക്ക് മേൽനോട്ടം വഹിക്കുന്നവരും 6,000 പേർ കാര്യവിചാരകരും ന്യായാധിപന്മാരും 4,000 പേർ വാതിൽ കാവൽക്കാരും 4,000 പേർ സ്തുതിക്കാനായി ദാവീദ് നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ട് കർത്താവിന് സ്തുതിയർപ്പിക്കാനുള്ളവരും ആയിരുന്നു. ദാവീദ് അവരെ ലേവിയുടെ പുത്രന്മാരായ ഗർഷോം, കെഹാത്ത്, മെറാറി എന്നിവരുടെ ഗണങ്ങളായി തിരിച്ചു.
ഗർഷോമിൻ്റേതായി ലാദാനും ഷിമേയയും. ലാദാൻ്റെ പുത്രന്മാർ തലവനായ യഹിയേൽ, സേദാം, ജോയേൽ എന്നീ 3 പേർ. ഷിമയുടെ പുത്രന്മാർ ഷെലോമോത്ത്, ഹസിയേൽ, ഹാരാൻ എന്നീ 3 പേർ. ലാദാൻ്റെ പിതൃഭവനത്തിലെ തലവന്മാരായിരുന്നു ഇവർ. ഷിമയുടെ പുത്രന്മാർ യാഹത്ത്, സീസ, യൗഷ്, ബെറിയ. ഇവരാണ് മിഷയുടെ 4 പുത്രന്മാർ. യാഹാത്തായിരുന്നു ഒന്നാമൻ, സീസ രണ്ടാമനും. യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നതിനാൽ അവരുടെ പിതൃഭവനം ഒന്നായി പരിഗണിക്കപ്പെട്ടു. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നീ 4 പേർ. അമ്രാമിൻ്റെ പുത്രന്മാരായിരുന്നു അഹ്റോനും മോശയും. അഹ്റോൻ അതിവിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കാനും അവനും അവൻ്റെ സന്തതികളും എന്നേക്കും കർത്താവിൻ്റെ മുമ്പിൽ ധൂപമർപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ എന്നേക്കും ആശീർവദിക്കുന്നതിനും വേർതിരിക്കപ്പെട്ടിരുന്നു. മോശ ദൈവപുരുഷനായിരുന്നു. അവൻ്റെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽ എണ്ണപ്പെട്ടിരുന്നു. മോശയുടെ പുത്രന്മാർ ഗർഷോമും എലിയേസറും. ഗർഷോമിൻ്റെ പുത്രന്മാർ തലവനായ ഷെബുവേൽ. എലിയേസറിൻ്റെ പുത്രന്മാർ തലവനായ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നെങ്കിലും റഹാബിയായുടെ പുത്രന്മാർ വളരെ അധികമായിരുന്നു. ഇസ്ഹാറിൻ്റെ പുത്രന്മാർ തലവനായ ഷെലോമിത്ത്. ഹെബ്രോണിൻ്റെ പുത്രന്മാർ ഒന്നാമൻ ജെറിയ, രണ്ടാമൻ അമരിയ, മൂന്നാമൻ യഹസിയേൽ, നാലാമൻ യക്കോമയ. ഉസിയേലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മിക്ക, രണ്ടാമൻ ഇസിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലിയും മൂഷിയും. മഹ്ലിയുടെ പുത്രന്മാർ എലയാസറും കിഷും. എലയാസർ മരിച്ചു. അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. കിഷിൻ്റെ മക്കൾ അവരുടെ ചാർച്ചക്കാരെ സ്വീകരിച്ചു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, എറേമോത്ത് എന്നീ 3 പേർ. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷാ ജോലികൾ ചെയ്യുന്നതിന് തങ്ങളുടെ പിതൃഭവനങ്ങളനുസരിച്ച് 20 വയസ്സും അതിനു മുകളിലുമുള്ളവരുടെ തലയെണ്ണമനുസരിച്ച് പേരുകൾ കണക്കാക്കപ്പെട്ടിട്ടുള്ളവരുടെ പിതൃതലവന്മാരായ ലേവിപുത്രന്മാരാണ് ഇവർ. തുടർന്ന് ദാവീദ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് ജെറൂസലേമിൽ എന്നേക്കും വസിക്കും വിധം സ്വസ്ഥത നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ആലയവും അതിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ലാത്ത വിധം ലേവായർക്കും. ദാവീദിൻ്റെ അന്ത്യവചസ്സുകളനുസരിച്ച് 20 വയസ്സും അതിനു മുകളിലും ഉള്ളവരിൽ നിന്നായിരുന്നല്ലോ ലേവ്യരുടെ എണ്ണം എടുത്തിരുന്നത്. കർത്താവിൻ്റെ ആലയ ശുശ്രൂഷയിൽ അഹ്റോൻ്റെ പുത്രന്മാർക്ക് കൈത്താങ്ങാകുകയായിരുന്നു അവരുടെ ചുമതല. എല്ലാ വിശുദ്ധ വസ്തുക്കളുടെയും ശുദ്ധീകരണ കർമ്മത്തിനും അങ്കണത്തിലും അറകളിലുമുള്ള ദേവാലയ സേവന കർമ്മത്തിനും തിരുസാന്നിധ്യപ്പം, ധാന്യയാഗത്തിനുള്ള നേരിയ മാവ്, പുളിപ്പില്ലാത്ത നേർത്തയപ്പം, ചട്ടിയിൽ ചുട്ടെടുക്കുന്നവ, പൊരിച്ചെടുക്കുന്നവ എന്നിവയുടെ എല്ലാം അളവ് തിട്ടപ്പെടുത്തലിനും ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും കർത്താവിനുള്ള സ്തുതി അർപ്പണത്തിനും കൃതജ്ഞതയർപ്പണത്തിനുമായി അവർ നിൽക്കണം. എല്ലാ സാബത്തുകളിലും അമാവാസികളിലും തിരുനാളുകളിലും അവയുടെ ചട്ടപ്രകാരമുള്ള എണ്ണത്തിൽ കർത്താവിനുള്ള ഹോമയാഗങ്ങൾ നിരന്തരം കർത്തൃസന്നിധിയിൽ അർപ്പിക്കണം. കർത്താവിൻ്റെ ആലയ ശുശ്രൂഷയ്ക്ക് സമാഗമ കൂടാരത്തിൻ്റെ സംരക്ഷണം, വിശുദ്ധ സ്ഥലത്തിൻ്റെ സംരക്ഷണം, തങ്ങളുടെ സഹോദരങ്ങളായ അഹ്റോൻ്റെ പുത്രന്മാരുടെ സംരക്ഷണം എന്നിവയും അവർ പാലിക്കണം. സങ്കീർത്തനങ്ങൾ 37. നീതിമാനും ദുഷ്ടനും. ദാവീദിൻ്റേത്. ദുർവൃത്തർ മൂലം നീ കോപാകുലനാകേണ്ട, തിന്മ ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, ഹരിതസസ്യം പോലെ വാടുകയും ചെയ്യും. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ഭൂമിയിൽ അധിവസിച്ച് വിശ്വസ്തയോട് കൂട്ടുചേരുക. കർത്താവിൽ ആമോദിക്കുക, നിൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾ അവിടുന്ന് നിനക്ക് നിറവേറ്റിത്തരും. നിൻ്റെ വഴി കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്നിൽ ആശ്രയിക്കുക, അവിടുന്ന് പ്രവർത്തിച്ചുകൊള്ളും. പ്രകാശം പോലെ അവിടുന്ന് നിൻ്റെ നീതി പുറത്തു കൊണ്ടുവരും, നിൻ്റെ ന്യായം മധ്യാഹ്നം പോലെയും. കർത്താവിനോട് ശാന്തത പാലിക്കുക, ക്ഷമാപൂർവം അവിടുത്തേക്കായി കാത്തിരിക്കുക. സ്വന്തം വഴി അഭിവൃദ്ധിപ്പെടുത്തുന്നവനെ കുറിച്ച്, ക്ഷുദ്ര പദ്ധതികൾ നടപ്പാക്കുന്ന വ്യക്തിയെക്കുറിച്ച് നീ കോപാകുലനാകരുത്. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, ക്ഷോഭിക്കാതിരിക്കുക. അത് തിന്മ ചെയ്യുന്നതിനെ ഉതകുകയുള്ളൂ.
എന്തെന്നാൽ ദുർവൃത്തർ തീർച്ചയായും വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരിക്കുന്നവരാണ് ഭൂമി അവകാശമാക്കുന്നത്. അല്പം കഴിഞ്ഞാൽ ദുഷ്ടർ ഇല്ലാതാകും. അവൻ്റെ സ്ഥലത്ത് നീ സൂക്ഷ്മമായി നിരീക്ഷിക്കും, എന്നാൽ അവൻ ഇല്ലാതായിരിക്കും. എളിയവരോ ഭൂമി കൈവശമാക്കും. ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടർ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. നാഥൻ അവനെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവിടുത്തേക്കറിയാം. എളിയവനെയും ദരിദ്രനെയും വീഴ്ത്താനും ഋജുമാർഗികളെ വധിക്കാനും ദുഷ്ടർ വാളൂരുകയും വില്ലുകുലയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയത്തിൽ കടക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാൻ്റെ അല്പമാണ് മെച്ചം. ദുഷ്ടരുടെ ഭുജങ്ങൾ തീർച്ചയായും തകർക്കപ്പെടും. എന്നാൽ നീതിമാന്മാരെ താങ്ങുന്നവൻ കർത്താവാണ്. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല. ക്ഷാമകാലത്ത് അവർ സംതൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടർ നാശമടയും. കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളിലെ തഴപ്പ് പോലെ ഇല്ലാതാകും. അവർ പുകപടലത്തിൽ മാഞ്ഞുപോകും. ദുഷ്ടർ വായ്പ വാങ്ങിക്കും, എന്നാൽ തിരിച്ചു കൊടുക്കുകയില്ല. എന്നാൽ നീതിമാൻ ഉദാരനാണ്, അവൻ ദാനം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹമുള്ളവർ ഭൂമി കൈവശമാക്കുക തന്നെ ചെയ്യും. അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും. യോദ്ധാവിൻ്റെ കാലടികൾ കർത്താവിൽ നിന്നാണ്. അവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ്റെ വഴി അവിടുന്ന് ഇഷ്ടപ്പെടുന്നു. അവൻ വീണാലും നിലംപരിശാവുകയില്ല, എന്തെന്നാൽ കർത്താവ് അവൻ്റെ കൈ താങ്ങുന്നു. ഞാൻ യുവാവായിരുന്നു, ഇപ്പോൾ വൃദ്ധനുമായി. നീതിമാൻ പരിത്യക്തനാകുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവൻ്റെ സന്തതി അപ്പം തേടുന്നതും. അവൻ എന്നും ഉദാരനും വായ്പ കൊടുക്കുന്നവനുമാണ്. അവൻ്റെ സന്തതി ഒരനുഗ്രഹമായിരിക്കും. തിന്മയിൽ നിന്ന് അകലുക, നന്മ ചെയ്യുക, അങ്ങനെ എന്നേക്കും വസിക്കുക. എന്തെന്നാൽ കർത്താവ് ന്യായത്തെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരെ പരിത്യജിക്കുകയില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാൻ്റെ അധരം ജ്ഞാനം ഉരുവിടുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവനെ വധിക്കാൻ തക്കം പാർക്കുന്നു. കർത്താവ് അവനെ അയാളുടെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. അവനെ ന്യായ വിചാരണ ചെയ്യുമ്പോൾ കുറ്റക്കാരനാക്കുകയുമില്ല. കർത്താവിലേക്ക് പ്രത്യാശ വയ്ക്കുക, അവിടുത്തെ വഴി പാലിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ഉയർത്തും. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടർ പ്രബലരാകുന്നത് ഞാൻ കണ്ടു. തഴച്ചു വളർന്ന നാട്ടുവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുന്നത്. അവൻ കടന്നുപോയപ്പോൾ ഇതാ ഒന്നുമല്ലാതായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. നിഷ്കളങ്കനെ കാക്കുക, സത്യസന്ധനെ നോക്കിക്കാണുക. സമാധാനകാംക്ഷിക്ക് നിശ്ചയമായും സന്തതി പരമ്പരയുണ്ടാകും. അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും. ദുഷ്ടരുടെ സന്തതി പരമ്പര വിച്ഛേദിക്കപ്പെടും. കർത്താവിൽ നിന്നാണ് നീതിമാന്മാരുടെ രക്ഷ, കഷ്ടകാലത്ത് അവരുടെ അഭയവും. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്തു. അവർ അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് വിമോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും.